Eternal Wedding Collections by Chungat Jewelry. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. കേരളത്തിൽ ക്രമസമാധാന തകർച്ചയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ജനങ്ങൾക്ക് സ്വന്തം വീട്ടിൽ പോലും രക്ഷയില്ലെന്ന സ്ഥിതിയാണെന്നും ഗുണ്ടകളെ പേടിച്ച് പോലീസിനോട് പരാതിപ്പെടാൻ ജനം ഭയക്കുന്നുവെന്നും VD സതീശൻ ആരോപിച്ചു. ഞാൻ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടതാണ്. സംസ്ഥാനത്ത് വ്യാപകമായിട്ട് ഗുണ്ടാക്രമണങ്ങൾ വരികയാണ്. തലസ്ഥാനത്ത് മുഖ്യമന്ത്രിയുടെ മൂക്കിന് താഴെയാണ് ഒരു ചെറുപ്പക്കാരൻ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടത് ഗുണ്ടകളുടെ ആക്രമണത്തിൽ. ഇവിടെ ആലുവയിൽ നടന്ന ഈ ആക്രമണം, ഈ വീട്, നിരപരാധികളായ ഇവരുടെ വീട്, കുഞ്ഞുങ്ങൾ മാത്രമുള്ള വീട് ആക്രമിക്കുക. പോലീസിൽ പരാതി കൊടുക്കാൻ ഇവർ പോകുന്ന സമയത്ത്, പോലീസ് സ്റ്റേഷനിൽ ഈ കുഞ്ഞ് അവിടെ ഇരിക്കുന്ന സമയത്താണ് വീണ്ടും വന്ന് ഈ ഗുണ്ടകൾ ഇവിടെ ആക്രമിക്കുന്നത്. പോലീസ് ഒരു പ്രാവശ്യം വന്നു പോയതിന് ശേഷം വീണ്ടും വന്ന് ആക്രമിക്കുകയാണ്. വീട് മുഴുവൻ തല്ലി തകർക്കുകയാണ് ചുറ്റിനും. വീടിനകത്ത് രണ്ടാമത് ആളുണ്ടായിരുന്നെങ്കിൽ അവർ എന്തും വേണമെങ്കിൽ ചെയ്യുമായിരുന്നു. ജീവൻ രക്ഷപ്പെട്ടത് വലിയ ഭാഗ്യമായിട്ടാണ് കരുതുന്നത്. ഒരു പ്രാവശ്യം ഈ സംഭവം ഉണ്ടായി കഴിഞ്ഞിട്ട് രണ്ടാമത് അത് വീണ്ടും ആവർത്തിക്കുക. പോലീസ് വരിക, പോലീസ് അപ്പം അന്വേഷിക്കണ്ടേ, പോലീസ് ആവശ്യമായിട്ടുള്ള പ്രൊട്ടക്ഷൻ കൊടുക്കണ്ടേ, ഇതാരാണ് ചെയ്തതെന്ന് അവരുടെ വീടുകളിൽ ഒന്ന് പരതണ്ടേ. അതിന് പകരം ഈ മൊഴി കൊടുക്കാൻ വേണ്ടിയിട്ട് ആള് രാത്രി വീട്ടിൽ പോവുക, പോലീസ് സ്റ്റേഷനിൽ പോവുക, അയാൾ അവിടെ 1 മണിക്കൂറോളം കാത്തിരിക്കുക മൊഴി കൊടുക്കുന്നതിന് വേണ്ടി. ആ സമയത്ത് ഇവിടെ വന്നിട്ട് വീണ്ടും ഗുണ്ടകൾ, അതേ ഗുണ്ടകൾ ഒന്നുകൂടി ക്രൂരമായിട്ടുള്ള ആക്രമണം നടത്തുക. പിന്നെ എന്തിനാ പോലീസ്? മനുഷ്യന്റെ ജീവനും സ്വത്തും സംരക്ഷിക്കാൻ പോലീസിന് ഉത്തരവാദിത്തമുണ്ട്. ദൗർഭാഗ്യകരമാണ് ഗുണ്ടാക്രമണങ്ങൾ. ഇപ്പോൾ കഴിഞ്ഞ ദിവസവും സുലൈമാനെതിരായിട്ടുള്ള ഒരു ആക്രമണം ഉണ്ടായിരുന്നു, കൊണ്ടോട്ടിയിലുണ്ടായിരുന്നു. അപ്പോൾ വ്യാപകമായി ഗുണ്ടാക്രമണങ്ങൾ വരികയാണ്. ഈ ഗുണ്ടകളെ നിയന്ത്രിക്കാനും അവരെ കസ്റ്റഡിയിലെടുക്കാനും അവരെ കാപ്പ നിയമപ്രകാരം ഇത് ചെയ്യാനും ഒക്കെ ഉള്ള നടപടികൾ സ്വീകരിക്കണം. അപകടകരമായ നിലയിലേക്ക് ഈ മയക്കുമരുന്ന് അതിൻ്റെ ഉപയോഗവും അതുകൊണ്ടുണ്ടാകുന്ന ഗുണ്ടാക്രമണങ്ങൾ വർദ്ധിക്കുകയാണ്. ആളുകൾ ഭീതിയോടുകൂടിയാണ് കഴിയുന്നത്. എങ്ങനെയാണ് ഒരു കുടുംബത്തിൽ കെട്ടുറപ്പോടുകൂടി ജീവിക്കാൻ കഴിയുന്നത്? ഇങ്ങനെയുള്ള ഗുണ്ടകൾ ആടുകയും അവർ പോലീസ് വേണ്ട രീതിയിൽ സംരക്ഷിക്കുകയും ചെയ്തതിൽ അപകടകരമാണ്. അതുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് എൻ്റെ അഭ്യർത്ഥന, കർശനമായ നടപടികളിലേക്ക് പോകണം. ഗുണ്ടകളെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ള ആരുടെ പിന്തുണ അവർക്കുണ്ടെങ്കിലും ആ ഗുണ്ടകളെ നിയന്ത്രിക്കാനും അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടുള്ള കർശനമായ നടപടികൾ സ്വീകരിക്കണം. ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ജനങ്ങൾക്ക് സംരക്ഷണം ഒരുക്കാനുള്ള ബാധ്യത ഞങ്ങൾക്ക് കൂടിയുണ്ട്. ഞങ്ങൾ കൂടി രംഗത്ത് ഇറങ്ങേണ്ട സ്ഥിതിയിലേക്ക് കാര്യങ്ങളെ വലിച്ചഴക്കരുതെന്നാണ് എൻ്റെ അഭ്യർത്ഥന. ജനങ്ങൾക്ക് സ്വന്തം വീട്ടിൽ പോലും രക്ഷയില്ലെന്ന സ്ഥിതിയാണെന്നും ഗുണ്ടകളെ പേടിച്ച് പോലീസിൽ പരാതിപ്പെടാൻ ജനം ഭയക്കുന്നുവെന്നും VD സതീശൻ ആരോപിച്ചു. അതല്ല, മുഖ്യമന്ത്രി സ്ഥലത്തില്ല, മുഖ്യമന്ത്രി സ്ഥലത്തുള്ളപ്പോഴും ഇത് തന്നെയാണ് സ്ഥിതി. പോകുമ്പോൾ കുറച്ചുകൂടി വഷളായി, അത്രേ പറയാനുള്ളൂ. തീർച്ചയായിട്ടും പോലീസിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ട്. ആദ്യം ഈ സംഭവം നടക്കുമ്പോൾ അതിന് ഉത്തരവാദികളായ ആളുകളെ അന്വേഷിച്ച് കണ്ടെത്തുന്നതിന് പകരം പോലീസ് വന്ന സംഭവ സ്ഥലം കണ്ടുപോയി മൊഴിയെടുക്കാൻ ഇവിടെ ആകെ ഉണ്ടായിരുന്ന കുട്ടിയെ കൂടി വിളിപ്പിക്കുകയാണ്. അവർ രണ്ടാമത് പോലീസ് സ്റ്റേഷനിൽ പരാതി പറയാൻ നിൽക്കുമ്പോൾ രണ്ടാമത് വീണ്ടും ഗുണ്ടകളെ ആക്രമിക്കുകയാണ്. അതെങ്ങനെ ന്യായീകരിക്കാൻ പറ്റും പോലീസിന്? മഹിളാ കോൺഗ്രസ് പ്രവർത്തകയും മാധ്യമ പ്രവർത്തകയുമായ ജിഷ ബാബുവിന്റെ വീട് ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് സന്ദർശനം നടത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതുമായി ബന്ധപ്പെട്ട് ആലുവ സ്വദേശികളായ രഞ്ജിത്ത്, രാജേഷ്, മെൽവിൻ, ജ്യോതിസ് എന്നിവരെ അറസ്റ്റ് ചെയ്തു. നമ്മള് പോലീസിനെ വിളിച്ച് വിവരം അറിയിക്കണം, ഇങ്ങനെ സംഭവം ഇവിടെ വീടൊക്കെ അടിച്ച് തകർത്തുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് പോലീസ് വരണമെന്ന് നമ്മൾ പോലീസിനോട് പറഞ്ഞു. അങ്ങനെ പോലീസ് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ പ്രതികളില്ല. ഇവരെ അടിച്ച് തകർത്തിട്ടിട്ട് പോയല്ലോ, പോലീസുകാർ ഇവിടെ ഇല്ല, അല്ല ആളുകൾ ഇവിടെ ഇല്ല. അപ്പോൾ എൻ്റെ മോൻ മാത്രം ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. മോനുമായിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. അത് കഴിഞ്ഞ് 3/4 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് വീണ്ടും ഇവർ പോലീസിൽ പരാതി കൊടുത്തു എന്നും പറഞ്ഞുകൊണ്ടാണ് വീണ്ടും വീട് ഇങ്ങനെ ആക്രമിച്ചിരിക്കുന്നത്. അതാണ് സംഭവം. ഇല്ല, പോലീസിന്റെ ഭാഗത്തുനിന്ന് നമ്മൾ ആദ്യം വിളിച്ച് പോയി ഇങ്ങനെ വീട് ഇങ്ങനെ ഇതേപോലെ പ്രശ്നം ഉണ്ടാക്കിയാണ് അടിച്ച് പൊളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ കയ്യിൽ മാരകായുധങ്ങളാണ് കയ്യിലുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഇവർ തകർത്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജീവന് സുരക്ഷിതത്വമല്ല പിള്ളേരുടെ. ആ രീതിയിലാണ് നമ്മൾ സംസാരിച്ചപ്പോൾ അവർ വരാമെന്ന് പറഞ്ഞു. ഇവിടെ വന്നു നോക്കി ഇവരെ കാണാണ്ടായി കഴിഞ്ഞിട്ട് ഇവർ തിരിച്ചു പോവുകയാണ് ചെയ്തത്. പക്ഷേ പോലീസിന്റെ ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് നമ്മുടെ വീടിന് അവർ ഒരു ജീവന് പോലും തന്നില്ല എന്നുള്ളതാണ് സത്യം. ഇവർ വന്നിട്ടില്ല. അതിനുശേഷമാണ് പിന്നെ വൈകുന്നേരമായപ്പോഴാണ് പോലീസുകാർ ഇവിടെ വന്നിരിക്കുന്നത്. സ്ത്രീകളുടെ മാത്രമല്ല ജനങ്ങളുടെയും സ്ത്രീകളുടെയും വീടിനും
ജീവനും സ്വത്തിനും ഒന്നിനും സുരക്ഷയില്ലാത്ത അവസ്ഥയുടെ ഒരു ഉദാഹരണമാണ്. പട്ട പകലാണ് ഈ സംഭവം ഇവിടെ സംഭവിച്ചത്. ഈ വീട് ഇത്രയും അടിച്ചു തകർത്ത് ഒരു ചില്ല് പോലും ബാക്കി വെച്ചിട്ടില്ല, എല്ലാം തകർത്തിരിക്കുക, ജനലുകൾ തകർത്തിരിക്കുകയാണ്. മുഖ്യമന്ത്രി വിദേശത്ത് വിളയാട്ടം നടത്തുകയാണ്, ഇവിടെ കേരളത്തിൽ ഗുണ്ടകൾ വിളയാട്ടം നടത്തുകയാണ്. ഈ ഗുണ്ടകളുടെ വിലസകളൊന്നും തകർക്കാൻ ഇവിടെ നിർത്താനായിട്ട് ഇവിടെ പോലീസില്ലേ, ഇവിടുത്തെ ആഭ്യന്തര വകുപ്പില്ലേ? ഇത് എത്ര സംഭവങ്ങളായി കേരളത്തിൽ നടക്കുന്നു? ഒരു മാധ്യമ പ്രവർത്തകയാണ് ജിഷ, മഹിളാ കോൺഗ്രസിന്റെ ബ്ലോക്ക് സെക്രട്ടറിയാണ്. മാധ്യമ പ്രവർത്തകർ പോലും ഒരു സത്യം പുറത്തു കൊണ്ടുവരാൻ വേണ്ടി അക്ഷീണം പ്രയത്നിക്കുന്ന മാധ്യമ പ്രവർത്തകർക്ക് പോലും ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇവിടെ നേരിടേണ്ടി വരുന്ന സാഹചര്യം. പോലീസിന്റെ ഭാഗത്ത് നിന്ന് ജനങ്ങൾക്ക്, സ്ത്രീകൾക്ക് സുരക്ഷിതത്വം ഉറപ്പാക്കുന്ന തീരുമാനങ്ങൾ ഉണ്ടാകുന്നില്ല, നടപടികൾ ഉണ്ടാവുന്നില്ല. അത് അതിന്റെ വഴിക്ക് പോകട്ടെ എന്നുള്ള ഒരു അലസമായ ഒരു രീതിയാണ് കേരള പോലീസിന്റേത്. അതിൽ അത്ഭുതപ്പെടാനില്ല. ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി പോലും ഇവിടെ നാട്ടിലില്ല.